4 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാരകമായ രോഗത്തിന് അടിമയാവും, നമ്മൾ നിത്യരോഗികളായി മാറും. എത്ര വലിയ വിലപിടിപ്പുള്ള മരുന്ന് കഴിച്ചാലും, എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാലും, എത്ര വലിയ ഡോക്ടർമാരെ കണ്ടാലും നമ്മളെ അസുഖം മാറൂല. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങളെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ മറ്റു ചില 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താലോ നല്ല ആരോഗ്യം ഉണ്ടാകും, രോഗികളാകൂല, രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ 4 കാര്യങ്ങളും ഏതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ, പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാ, ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റി കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ശരിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല, ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഖുർആൻ ഓതാൻ കഴിയില്ല, മക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല, മക്കളുടെ കാര്യം നോക്കാൻ കഴിയില്ല. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്, വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണ്. ആ ആരോഗ്യം സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, നബിയെ, ഞാൻ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന്. ആ സമയത്ത് അള്ളാഹു റസൂല് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആഫിയത്തും മാപ്പിനെയും ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ആഫിയത്ത് ചോദിക്കണം, ആരോഗ്യം ചോദിക്കണം. അതോടൊപ്പം തന്നെ ആരോഗ്യം നിലനിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന, നിത്യരോഗികളാക്കുന്ന ഒരു കാര്യവും നമ്മളെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ 8 കാര്യങ്ങളാണ് പഠിക്കുന്നത്. 4 കാര്യങ്ങൾ നിത്യരോഗികളാക്കുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ 4 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്താൽ നമ്മൾ മാരകമായ രോഗത്തിന് അടിമയായി പോകും. എത്ര വലിയ ഡോക്ടർമാരെ കണ്ടാലും, എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാലും, എത്ര വിലപിടിപ്പുള്ള മരുന്ന് കഴിച്ചാലും നമ്മളെ അസുഖങ്ങൾ മാറൂല എന്നുള്ളതാണ്, നമ്മൾ നിത്യരോഗികളായിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. മറ്റു 4 കാര്യങ്ങളുണ്ട്. അത് ജീവിതത്തിൽ ചെയ്താലോ നല്ല ആരോഗ്യം ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിന് ഈ 4 കാര്യങ്ങൾ അത്യാവശ്യമാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമുണ്ടാക്കുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക, അക്ലുൽ ലഹ്മി, മാംസം കഴിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട് മാംസം ഒന്നും കഴിക്കാൻ പറ്റൂല, ആരോഗ്യം നഷ്ടപ്പെടും, ഷുഗർ ഉണ്ടാകും, പ്രഷർ ഉണ്ടാകും എന്ന്. ആരാത് പറഞ്ഞത്? മാംസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹബീബായ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതാണ് മാംസം എന്ന് പറയുന്നത്. മാംസം കഴിക്കേണ്ടതുപോലെ കഴിച്ചാൽ ഒരു അസുഖവും നമ്മൾക്ക് വരൂല എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറും പച്ചക്കറി കഴിച്ച് ജീവിക്കേണ്ടവരല്ല. മനുഷ്യന്മാര് സസ്യബുക്കുമാണ്, മാംസബുക്കുമാണ്. മാംസം കഴിക്കാനുള്ള പല്ലും അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. സസ്യങ്ങള് അഥവാ പച്ചക്കറികൾ കഴിക്കാനുള്ള പല്ലുകളും അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മാംസവും കഴിക്കണം, നമ്മളെ ആരോഗ്യത്തിന് പച്ചക്കറികളും കഴിക്കണം എന്നുള്ളതാണ്. അള്ളാഹു കഴിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മാംസം കഴിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്നും മാംസം കഴിക്കണം എന്നതിന് അർത്ഥമല്ല. മിതമായ രൂപത്തിൽ, അമിതമാക്കാൻ പാടില്ല. മിതമായ രൂപത്തിൽ മാംസം കഴിച്ചാൽ ഒരു അസുഖവും നമ്മൾക്ക് വരൂല എന്നുള്ളതാണ്. നമ്മൾ എന്നും മാംസം കഴിക്കാണ്, 3 നേരവും മാംസം കഴിക്കാണ്, അപ്പോഴാണ് നമ്മളെ നിത്യരോഗികളാകുക. നമ്മൾ ഇസ്രാഫില്ലാതെ
മിതമായ രൂപത്തിൽ മാംസം കഴിച്ചാൽ ഒരു അസുഖവും നമ്മൾക്ക് വരില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, കുലു വശ്റബു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം, പക്ഷേ അതിലൊന്നും അമിതത്വം കാണിക്കാൻ പാടില്ല, ഇസ്റാഫ് കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ നമ്മൾ രോഗികളായി മാറും. അപ്പൊ ആരോഗ്യം ഉണ്ടാകാൻ മാംസം നല്ലതാണ്, മാംസം കഴിക്കണം, ഒരു മനുഷ്യൻ കഴിച്ചിരിക്കൽ നല്ലതാണ്. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ടല്ലോ, വെള്ളിയാഴ്ച കുടുംബത്തിനൊക്കെ മാംസം വാങ്ങി കൊടുക്കൽ പ്രത്യേക സുന്നത്തുണ്ട്, അത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മാംസം നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളെ ശരീരത്തിലും നമ്മളുടെ ഡ്രസ്സിലൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, അത് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തീബ വയഉമുറു ബിഹി, അല്ലാഹുവിന്റെ റസൂൽ സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു, മാത്രമല്ല സുഗന്ധം ഉപയോഗിക്കാൻ അവിടുത്തെ അനുയായികളോട് കൽപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. ഒരാൾ സുഗന്ധം ഉപയോഗിച്ചാൽ അവന്റെ കൽബിന് ശക്തി കൂടും, ഹൃദയത്തിന്റെ ശക്തിക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ നല്ലതാണ്. മനസ്സിന് സന്തോഷം ലഭിക്കാൻ, ഹാപ്പി ആവാൻ, നല്ല റാഹത്തുണ്ടാകും. സുഗന്ധദ്രവ്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ശക്തിക്ക് സുഗന്ധദ്രവ്യങ്ങൾ നല്ലതാണ്. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ അടുത്തേക്ക് വരാൻ സുഗന്ധദ്രവ്യങ്ങൾ നല്ലതാണ്. നമ്മളെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമാണ് വരുന്നതെങ്കിൽ നമ്മളെ അടുക്കേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. നമ്മളെ വീട്ടിൽ ദുർഗന്ധമാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല, പിശാചുക്കൾ കുടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് പിശാചുക്കൾ കുടിയിരിക്കാതിരിക്കാൻ, പിശാച് നമ്മളെ കൂട്ടുകാരാകാതിരിക്കാൻ നമ്മൾ യുദ്ധം ചെയ്യണം. അതിൽപ്പെട്ടതാണ് അത്തർ ഉപയോഗിക്കുക, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് കുളിക്കുക എന്നുള്ളത്. ചില ആളുകൾ കുളിക്കൂല, ജനാബത്ത് ഉണ്ടായാൽ വരെ കുളിക്കാത്ത ആളുകളുണ്ട്. മെൻസസ് നിന്നാൽ പോലും കുളിക്കാൻ വൈകിപ്പിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ നമ്മളെ ശരീരത്തിന് ഉന്മേഷത്തിന് നല്ലതാണ് കുളി എന്ന് പറയും. തോന്നുന്ന സമയത്തൊന്നും കുളിക്കാൻ പറ്റൂല, നട്ടുച്ച സമയത്ത് കുളിച്ചാൽ തലവേദന വിട്ടുമാറൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മെൻസസ് നിന്നാൽ മാത്രല്ല, ജനാബത്ത് ഉണ്ടായാൽ മാത്രമല്ല കുളിക്കുക, ശരീരം മുഷിയുന്ന സമയത്ത്, ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്ന സമയത്തൊക്കെ കുളിക്കൽ നല്ലതാണ്. അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഒരു കാര്യമാണ് നല്ല ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത്. ചില ആളുകൾ ഡ്രസ്സ് അലക്കുക പോലും ഇല്ല, അത് വലിയൊരു സംഭവമാണെന്ന ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡ്രസ്സ് വൃത്തി ഉണ്ടാകണം, അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മന്നലുഫ സൗബുഹു ഖല്ല അമ്മുഹു, ഒരാളെ ഡ്രസ്സ് ശുദ്ധിയായാൽ, ഒരാൾ നല്ല ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ ഖല്ല ഹമ്മുഹു, അവന്റെ ടെൻഷനൊക്കെ നീങ്ങും, മനസ്സിനൊക്കെ നല്ല സന്തോഷം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകൂല. വമൻ ത്വാബ റീഹുഹു, ഒരാളുടെ ശരീരത്തിൽ നിന്ന്, ഡ്രസ്സിൽ നിന്ന് നല്ല സുഗന്ധങ്ങൾ പോന്നു കഴിഞ്ഞാൽ, നല്ല സുഗന്ധം ഉണ്ടായി കഴിഞ്ഞാൽ സാദ അഖ്ലുഹു, അവന്റെ ബുദ്ധി വർദ്ധിക്കും. പഠിക്കാൻ പോകുന്ന മക്കൾക്ക് നല്ല ഡ്രസ്സ് ധരിപ്പിക്കണം, അതുപോലെ തന്നെ അത്തർ ഉപയോഗിക്കണം, പഠിക്കാൻ നല്ല ഓർമ്മ ശക്തി ഉണ്ടാകും, പഠിക്കാൻ നല്ല കഴിവുണ്ടാകും. അപ്പൊ ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1 മാംസം കഴിക്കുക, 2 സുഗന്ധദ്രവ്യങ്ങൾ അത്തർ പോലത്തത് ഉപയോഗിക്കുക, 3 കുളിക്കുക, 4 നല്ല ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത്. ഇനി എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളെ മജ്‌ലിസ് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം മഹാന്മാര് പറയുന്നു, കസ്റത്തുൽ ജിമാ, കൂടുതലായി സെക്സ് ചെയ്യുക, ഭാര്യയുമായി കൂടുതലായി ബന്ധപ്പെടുക, അതല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുക. എന്തായാലും മനി കൂടുതലായി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നശിച്ചു പോവുകയാണ്. ഭാര്യയുമായി 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്, സ്വയംഭോഗം ചെയ്യുന്ന ആളുകളുണ്ട്. അത് ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നതാണ്, പെട്ടെന്ന് മരിക്കാൻ വരെ കാരണമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ഭാര്യയുമായൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് 3 ദിവസത്തിൽ കൂടുമ്പോൾ, മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയത് 3 ദിവസത്തിൽ കൂടുമ്പോഴൊക്കെയാണ് ബന്ധപ്പെടേണ്ടത്. എല്ലാ ദിവസവും എന്നും ബന്ധപ്പെടുക, 1, 2, 3 പ്രാവശ്യമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ സെക്സിനോട് വെറുപ്പായി മാറും, ജിമായിനോട്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനോട് വെറുപ്പായി മാറും, ഭാര്യയോട് തന്നെ വെറുപ്പായി മാറും, പരസ്പരം ഇണയോട് തന്നെ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയായി പോകും. അതുകൊണ്ട് മിതമായ രൂപത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടേണ്ടത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം കസ്റത്തുൽ ഹമ്മാണ്. എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുക. എപ്പോഴും ടെൻഷൻ അടിച്ചിരുന്നാൽ നമ്മൾ വലിയ വലിയ രോഗികളായി മാറും.
വലിയ വലിയ രോഗികൾക്ക് അടിമകളായി നമ്മൾ മാറും, മാരകമായ രോഗങ്ങൾക്ക് അടിമയായി നമ്മൾ മാറും. പിന്നെ നമ്മൾ എന്നും മരുന്ന് കുടിക്കണം, എന്നും ഗുളിക കുടിക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ടെൻഷൻ ആവണ്ട. അത് ദുനിയാവല്ലേ, ഇവിടെ പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള് എല്ലാം ഉണ്ടാകും. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. അതിനോടൊക്കെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. നമ്മളിങ്ങനെ എപ്പോഴും ടെൻഷൻ അടിക്കുന്നത് എന്താ കാരണം എന്നറിയോ? അള്ളാഹുവിലേക്ക് തവക്കുലില്ലാഞ്ഞിട്ടാണ്. അള്ളാഹുവിലേക്ക് തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ടെൻഷനാ? ഒരാൾ അള്ളാഹുവിലേക്ക് സർവ്വതും പരമേൽപ്പിച്ചാൽ അവനിക്ക് അല്ല മതി, പിന്നെ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയായിരുന്നു ഔലിയാക്കള്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾക്ക് ഭയമില്ല, അവർക്ക് ടെൻഷൻ ഇല്ല, അവർക്ക് സങ്കടങ്ങളില്ല, അവർക്ക് വിഷമമില്ല. ദുനിയാവിന്റെ കാര്യം ആലോചിച്ചിട്ട് എന്താ? അവരൊക്കെ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വിഷമങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഈ വിഷമവും ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മൾക്ക് തവക്കുലില്ല എന്നതാണ്. അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കാത്തതാണ് നമ്മളെ പ്രശ്നം. അതുകൊണ്ട് സർവ്വതും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഈ ദിക്ർ അറിയുന്നവരല്ലേ നമ്മൾ? രാവിലെ എണീക്കുമ്പോൾ 7 പ്രാവശ്യം പറയേ, ജോലിക്ക് പോകുമ്പോൾ 7 പ്രാവശ്യം പറയേ, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ 7 പ്രാവശ്യം പറയേ. നല്ല ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും, പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അള്ളാഹു ടെൻഷനെ തൊട്ട് കാക്കട്ടെ. അപ്പൊ എപ്പോഴും എല്ലാ കാര്യത്തിലും ടെൻഷൻ അടിച്ചാൽ നമ്മൾ പിന്നെ നിത്യരോഗികളായി മാറും. നിത്യരോഗികളായാൽ മാരകമായ രോഗത്തിന് അടിമകളായി നമ്മൾ മാറുകയാണ്. അള്ളാഹു കാക്കട്ടെ. രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, രോഗികളാക്കല്ല അല്ലാ. ഉള്ള രോഗത്തിൽ നീ ശിഫ നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ ശിഫ നൽകണേ റഹ്മാനെ. മൂന്നാമത്തെ കാര്യം കസ്റത്തു ശുർബിൽ മാ, അമിതമായി വെള്ളം കുടിക്കുക. ചില ആളുകളൊക്കെ അതിരാവിലെ എണീറ്റാൽ അമിതമായി വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റ ഉടനെ അമിതമായി വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഉസ്താദെ, ഒരുപാട് ആളുകൾ പറയുന്നത് രാവിലെ എണീറ്റ വെള്ളം കുടിക്കണം. അമിതമാക്കാൻ പറ്റുമോ? അതല്ലേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, കുലു വശ്റബു, നിങ്ങൾ വെള്ളം കുടിക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, പക്ഷെ അമിതമാക്കാൻ പാടില്ല. ഇത് അല്ലാഹു ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ എന്റെ വക തട്ടിവിടല്ല. വെള്ളം കുടിക്കുമ്പോൾ അമിതമാക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമാക്കാൻ പാടില്ല. രാവിലെയൊക്കെ വെറും വയറ്റിൽ നമ്മൾ അമിതമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ശേഷം ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് വരെ ചില മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ചില വൈദ്യശാസ്ത്രജ്ഞന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ആരോഗ്യം നശിപ്പിക്കുന്ന 4ാമത്തെ കാര്യം കസ്റത്തു അക്ലിൽ ഹാമിലി, പുളിയുള്ളത് ധാരാളം കഴിക്കുക. ഇതൊക്കെ കിതാബിലുള്ളതാട്ടോ. ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. ഞാൻ വെറുതെ എന്റെ വക പറയാണെന്ന് ആരും വിചാരിക്കണ്ട. കസ്റത്തു അക്ലിൽ ഹാമിലി, പുളിയുള്ളത് കൂടുതലായി കഴിക്കുക എന്നുള്ളത് അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് നശിപ്പിക്കുന്നതാണ്. കൂടുതലായി തൈര് കഴിക്കുക, അതുപോലെ തന്നെ പുളിങ്ങ കഴിക്കുക, അതുപോലെ തന്നെ ഓറഞ്ച് കഴിക്കുക. പുളിയുള്ള ഓറഞ്ച് ഉണ്ടാകുമല്ലോ, അതുപോലെ തന്നെ പുളിയുള്ള മുസമ്പി കഴിക്കുക, പുളിയുള്ള മാങ്ങ, എന്താവട്ടെ, സുർക്ക, അങ്ങനെ പുളിയുള്ളത് കൂടുതലായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിക്ക് വരെ തകരാറ് സംഭവിക്കുന്നതാണ്. നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യം നൽകണേ റഹ്മാനേ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.